ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ആന്റണി ആലഞ്ചേരി, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ വേദിയിലും ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ജാഥ അംഗങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പോരാളികളായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേറ്റിയുള്ള ഒരു യാത്രയാണ്. അവർക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ പിറവി ഉണ്ടാകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് നമ്മൾ. എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ ദുർഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങളോട് സംസാരിച്ച് കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത്, ഒരു നാടിൻ്റെ ഘടന, അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം, അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയാണ്. കേരളത്തിൻ്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണിപ്പോൾ. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുക തന്നെ ചെയ്യും. പക്ഷേ പോകുമ്പോൾ നമ്മുടെ തലയിൽ, മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഈ സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഇതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിൽ കൂടി പ്രതിഫലിക്കുക. കേരളത്തിൽ ഇപ്പോൾ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുക. കടക്കണിയിലാകാത്ത ആരുണ്ട് കേരളത്തിൽ ഇപ്പോൾ? ഇന്ത്യയിൽ കഴിഞ്ഞ 12 മാസക്കാലമായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. 12 മാസമായി മാർക്കറ്റിൽ നിങ്ങൾ അവിടെ പോയിരുന്നേ, നിങ്ങൾ അവിടെ പോയിരുന്നേ, നിങ്ങൾ അവിടെ ഇരുന്നേ, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. സപ്ലൈകോ ആണ് മാർക്കറ്റിൽ ഇടപെടേണ്ടത്. 1000 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. നിങ്ങൾക്കറിയാമോ, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ബോർഡ് നമ്മൾ ലാഭത്തിലാക്കി. നിങ്ങൾ അറിയണതല്ല, 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ഇന്ന് ആ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാണെന്നറിയാമോ? നമ്മൾ ലാഭത്തിലാക്കിയതാണ്. 50,000 കോടി രൂപയാണ്. അത്രേ പറ്റിയുള്ളൂ. ഇപ്പൊ 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇനി 5ാമത്തെ പ്രാവശ്യം കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇതെല്ലാം ആരുടെ തലയിലാണ്? നമ്മുടെ തലയിൽ. നമ്മളുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി പുറത്തു നിന്ന് മേടിക്കണം. 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് പുറത്തു നിന്ന് വാങ്ങിക്കാൻ 25 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടാക്കി നമ്മുടെ സർക്കാർ. 1 കൊല്ലം നമ്മൾ വാങ്ങിച്ചു, 7 കൊല്ലം ഇവർ വാങ്ങിച്ചു. 8ാമത്തെ കൊല്ലമായപ്പോ വേറെ ഏതൊരു കമ്പനി വന്നു. അപ്പൊ ഇവര് പറഞ്ഞു, അതിൽ ഇത് 8 കൊല്ലം മേടിച്ചതിന് ശേഷം 25 കൊല്ലത്തെ കരാർ, അന്നുണ്ടാക്കിയ കരാറിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ പ്രതിപക്ഷത്താണ്. ഞാൻ പറഞ്ഞു, ശരി, അഴിമതിയാണെങ്കിൽ നിങ്ങൾ 1 പൈസ കുറച്ച് മേടിച്ചോളാൻ പറഞ്ഞു. 4 രൂപ 29 പൈസക്ക് മേടിച്ചത് 4 രൂപ 28 പൈസക്ക് മേടിച്ചാൽ സമ്മതിച്ചെന്ന് പറഞ്ഞു.
ആ കരാർ റദ്ദാക്കിയിട്ട് ഇപ്പോ എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത് നിങ്ങൾക്കറിയാമോ? 8 രൂപ മുതൽ 14 രൂപ വരെ. ഒരു ദിവസം 20-25 കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടമാണ് ഒരു കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ബാധ്യത നമ്മുടെ തലയിലാണ്. ഈ സർക്കാരിന്റെ കള്ളത്തരങ്ങൾ, അഴിമതി, കൊള്ള, അതിന്റെ ബലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരനാണ്. 4 പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. എന്താ കാര്യം? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. മരുന്ന് വിതരണക്കാർക്ക് പൈസ കൊടുക്കുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി അല്ലേ? ഒന്നും ചെയ്യുന്നില്ല. എല്ലാം തകർന്നു കിടക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പറയണോ? ശരിയൊക്കെ പ്ലാന്റേഷനൊക്കെ പൂട്ടിക്കിടക്കുകയല്ലേ? അത് തുറക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ലയങ്ങളുടെ പുനരുദ്ധാരണം പറഞ്ഞില്ലേ? ലയങ്ങളുടെ പുനരുദ്ധാരണം എവിടെ പോയി? ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. 5 നയാ പൈസ ഇല്ല. ഈ മുഖ്യമന്ത്രി വന്ന് ഇവിടെ വന്ന് ഇടുക്കി ജില്ലയ്ക്ക് 18,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചില്ലേ? 20 കോടി രൂപ ചെലവാക്കിയോ? 20 കോടി 18,000 കോടിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിന് ഒരേ വിലയാണ്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രസംഗിച്ചത് ഇല്ലേ? 18,000 കോടിയുടെ പാക്കേജ്. എന്തെങ്കിലും വിഷയങ്ങൾ പരിഹരിച്ചോ? എനിക്ക് പറയാനുള്ളത്, നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, നമ്മളിനി അധികാരത്തിലേക്ക് വരാനുള്ള മുന്നണിയാണ്. നമ്മൾ ഈ സർക്കാർ എവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമ്മൾ വിജയിക്കും. എവിടെയെല്ലാം ഇവർ ഈ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയോ അവിടെയെല്ലാം നമ്മൾ കേരളത്തെ പുനർജനിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി, ഒരു പ്രസ്ഥാനം നന്നായി ഗൃഹപാഠം ചെയ്ത് രാജ്യത്തകത്തും പുറത്തുമുള്ള വിദഗ്ധരുടെ സേവനം വാങ്ങിച്ച് സമഗ്രമായ പദ്ധതികളുമായി, ബദൽ പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ഈ തകർന്ന സമ്പദ് വ്യവസ്ഥ മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപരമായ നികുതി ഭരണത്തിലൂടെ, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യമായ നടപടികൾ സ്വീകരിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പൂച്ച വെച്ച് കിടക്കുന്ന ഈ ഖജനാവിനെ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി. പണമുണ്ടായിട്ട് വേണം പദ്ധതികൾ നടപ്പാക്കാൻ. പണമുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും പാവപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പി, അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് 1.5 കൊല്ലം മുമ്പാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഇപ്പൊ എന്തായി? വയറ്റിൽ കത്രിയാണ് 5 കൊല്ലമായിട്ട്. പിന്നെ മറുപടി എന്താ? 50 കൊല്ലം കിടന്നാലും കുഴപ്പമില്ലെന്ന് കത്രിയ. ഇവരുടെയൊക്കെ വയറ്റിലാണെങ്കിലോ ഒരു കുഞ്ഞ്, കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക്, ഒരു കുഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നെന്മാറയിൽ വീണ് പരിക്ക് പറ്റി, ചെറിയ പരിക്ക. ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ച് ഈ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഞാനതിൻ്റെ അമ്മ പറയുന്നത് കേട്ടു. തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുക, അമ്മ എൻ്റെ കൈ എവിടെ പോയെന്ന്. ചങ്ക് പൊട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടിവിടെ. ഈ ഭരണകൂടം ആ കൊച്ചിനൊരു യന്ത്ര കൈ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിനും മനസ്സ് കാണിക്കാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവർ വെന്റിലേറ്ററിലാക്കിയ കേരളത്തിന്റെ ആരോഗ്യത്തെ നമ്മൾ ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്തും. 300ഓളം ഡോക്ടർമാർ പങ്കെടുത്ത കോൺക്ലേവ് നമ്മൾ നടത്തി. ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. നമ്മളൊരു ആരോഗ്യരേഖ കോഴിക്കോട് പ്രകാശനം ചെയ്തു. ഞാൻ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യം, അത് നമ്മൾ നടപ്പാക്കും.
നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സ നേടി ഈ കേരളത്തിലേക്ക് ആളുകൾ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ നമ്മൾ മാറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി അവർ വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം പഠിക്കാൻ പോകുന്നു. നമ്മൾ തൃശ്ശൂരിൽ ഒരു വിദ്യാഭ്യാസ രേഖ പുറത്തുവിട്ടു. നമ്മൾ എന്താ പറഞ്ഞത്? UDF വരുമ്പോൾ അവർ ജർമ്മനിയിൽ, UK-യിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിലേക്ക് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന ഈ പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. പഠിച്ചു പുറത്തു വരുമ്പോൾ 2 കാര്യമാണ്. ഒന്നുകിൽ തൊഴിൽ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം. അതിനായുള്ള ഒരു സമഗ്ര തൊഴിൽ സംരംഭ പദ്ധതി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിക്കും. കാർഷിക മേഖല നമ്മൾ മലയോര സമരയാത്രയുമായി വന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ഈ മലയോരത്തെ ജനതയെ സംരക്ഷിക്കും. അതിന് പരമ്പരാഗത സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് വരെ ഉപയോഗിച്ചുള്ള വലിയൊരു പദ്ധതിക്ക് UDF രൂപം നൽകിയിട്ടുണ്ട്. ആ പദ്ധതി നടപ്പാക്കും. കാർഷിക മേഖലയിൽ ഉണർവുണ്ടാക്കും. ഈ തോട്ടങ്ങളൊക്കെ തുറക്കും. ലാൻഡ് റീഫോം ആക്ടിൽ ഭേദഗതി വരുത്തും. പ്ലാന്റേഴ്സിന് ഫ്രൂട്ട് പ്ലാന്റ് ഉൾപ്പെടെ കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. കാർഷിക മേഖലയിൽ ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ ചെയ്യും. M.S. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറഞ്ഞത്? കർഷകന് അവന്റെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ചെലവ് പ്ലസ് 50%. അതാണ് തറവില. റബ്ബറിനും നാളികേരത്തിനും നെല്ലിനും പച്ചക്കറിക്കുമൊക്കെ ന്യായമായ വില കിട്ടുന്ന കർഷകനെ ചേർത്ത് നിർത്തുന്ന സംവിധാനം ഉണ്ടാവും. ക്ഷീര കർഷകർ, ആളുകൾ പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഒരു വാക്ക് പറയുന്നു, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് അധ്വാനിക്കുന്ന ക്ഷീര കർഷകരുടെ കാര്യം പ്രത്യേകമായി UDF സർക്കാർ പരിഗണിക്കുക തന്നെ ചെയ്യും. പിന്നെ ഞാൻ എല്ലാം പറയുന്നില്ല, ഒരു സ്വപ്ന പദ്ധതി കൂടിയുണ്ട്. അതിവിടെയല്ല, ഇടുക്കി ജില്ലയിൽ ഒരു ടൂറിസം മാപ്പ് ഉണ്ടാവും, പ്രത്യേക ടൂറിസം മാപ്പ്. ആ ടൂറിസം മേഖലയിൽ വരുന്ന എല്ലാ സംരംഭങ്ങളിലും അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവും. വലിയ പദ്ധതികൾ, ഞാൻ എല്ലാ പദ്ധതികളും പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ. പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാവും. ഇവർ വരുന്നത് കേവലം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് കൂടിയാണ് എന്ന് കേരളത്തിൽ വരും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു UDF-ന് വേണ്ടി. ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല. ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കും. ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേക രേഖയുണ്ടാക്കും, ഡോക്യുമെന്റ്. ഇവിടത്തെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഉപാധിരഹിത പട്ടയങ്ങൾ കൊടുക്കും. UDF-ന്റെ നിലപാടാണ്. പട്ടയവും കൊടുത്ത് അവിടെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തി അതിന്റെ പണവും പഞ്ചായത്തിൽ അടച്ച് പിന്നെ അവരുടെ നിന്ന് വീണ്ടും കാശ് പിരിക്കാൻ പോകുന്ന ഒരു പരിപാടിയില്ല. ഒരു കാശും പിരിക്കില്ല. ക്രമത്തിലാക്കാൻ ഒരു പൈസ പിരിക്കില്ല. ഉപാധിരഹിത പട്ടയം തരും. CHR വനഭൂമി അല്ല, CHR റവന്യൂ ഭൂമിയാണ്. CHR റവന്യൂ ഭൂമിയാണെന്നുള്ള സ്റ്റാൻഡാണ് UDF-ൻ്റെത്. അത് വനഭൂമിയല്ല.
ഇവിടെ ഡീൻ കുര്യാക്കോസ് ഇവിടെ പറഞ്ഞു, ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ വരെ കയറി റിസർവ് ഫോറസ്റ്റ് ആക്കി. ഇവിടെ 11 ലക്ഷം ഏക്കർ ഭൂമിയുള്ളത്. 6 ലക്ഷം ഏക്കർ നേരത്തെ വനമാണ്, 2 ലക്ഷം ഏക്കർ പ്ലാന്റേഷനാണ്. ആകെ മനുഷ്യൻ ജീവിക്കുന്ന 2 ലക്ഷം ഏക്കറിലാണ്. അവിടെയും കൂടി വന്ന് ഇനി ഫോറസ്റ്റ് ഉണ്ടാക്കണ്ട. ഇപ്പൊ പറഞ്ഞില്ലേ, എയർ സ്ട്രിപ്പ് തുടങ്ങി. നിർമ്മാണം തുടങ്ങിയപ്പോ വനഭൂമിയല്ല, നിർമ്മാണം പൂർത്തീകരിച്ച് വിമാനം ഇറങ്ങാനായപ്പോ പറയാ അത് വനഭൂമിയാണെന്ന്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതെല്ലാം ഡീനോട്ടിഫൈ ചെയ്യും, പുനർവിജ്ഞാപനം ചെയ്ത് അതെല്ലാം റവന്യൂ ഭൂമിയാക്കും. ഒരു സംശയവും വേണ്ട, അതെല്ലാം വാക്കാണ്. മനുഷ്യനെ ദ്രോഹിച്ചിട്ടല്ല, വനം സംരക്ഷിക്കും, ഒരു വിട്ടുവീഴ്ചയില്ല. ഉള്ള വനം കേരളത്തിൽ 29% വനമാണ്. ദേശീയ ആവറേജ് 22%. നമുക്ക് ആവശ്യത്തിന് വനമുണ്ട്. ആ വനഭൂമി 1 സെന്റ് നഷ്ടപ്പെടുത്തൂല. ആ വനഭൂമി സംരക്ഷിക്കും, എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ മനുഷ്യൻ ജീവിക്കുന്ന പ്രദേശത്ത് ഒരാൾ വനം ഉണ്ടാക്കണ്ട. അതാണ് നമ്മുടെ നിലപാട്, കൃത്യമായ നിലപാടാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പട്ടയം കിട്ടാത്തതിനൊക്കെ പ്രശ്നം തരും. ഇപ്പൊ കാശുള്ളവനെ പട്ടയം കിട്ടുള്ളൂ, പൈസ ഇല്ലാത്തവന് പട്ടയമില്ല. അതൊക്കെ മാറും. ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ വരുമ്പോൾ, നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാർ വരുമ്പോൾ, ജനങ്ങളുടെ സങ്കടങ്ങളും വേദനകളും മനസ്സിലാക്കുക കഴിയുന്നൊരു സർക്കാർ വരുമ്പോൾ അതിനൊക്കെ തീരുമാനം ഉണ്ടാവും. പറഞ്ഞല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരിക, വിമാനത്താവളം ഉണ്ടാക്കാമെന്നൊന്നുമല്ല. ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ് ഉണ്ടാവും. ഇവിടെ ചെറിയ വിമാനങ്ങളും ഹെലികോപ്റ്റർ ഇറങ്ങും, ടൂറിസം പർപ്പസിന് വേണ്ടി. ഉറപ്പായി ഉണ്ടാകും. ധാരാളം കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇതൊന്നും അല്ലല്ലോ ചർച്ച. നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? നമ്മൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടോ? ആ സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരില്ലായ്മ. ഇവര് ആകെ വർഗീയതയാണ് പറയുന്നത്. BJP-കാരുടെ സ്വഭാവം നമുക്കറിയാം. എന്താണ്? നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ട അവർക്ക് സങ്കടം. അപ്പൊ നമ്മളെ മതപരമായി തമ്മിലടിപ്പിച്ച് വിദ്വേഷം നടത്തി നമ്മൾ ശത്രുക്കളാവുമ്പോൾ അവർക്ക് സന്തോഷം. ആ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ CPM. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഇപ്പോൾ ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, പിണറായി വിജയനാണിപ്പോൾ കേരളത്തിൽ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. നമുക്കൊരു നിലപാടുണ്ട് UDF-ന്. ഒരാളും വർഗീയത പറയണ്ട. ഭൂരിപക്ഷ വർഗീയതയും വേണ്ട, ന്യൂനപക്ഷ വർഗീയതയും വേണ്ട. ഏത് കോല കൊമ്പൻ വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. വേണ്ടേ? തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ ഒന്ന് പതറും. നമ്മൾ പതറില്ല. നമ്മൾ അപ്പോഴും വർഗീയത പറയുന്നതിനെ എതിർക്കും. ചില ആളുകൾ വന്ന് നമ്മളോട് പറയും, പേടിപ്പിക്കാൻ പറ്റും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തു പറയും? എടോ, വോട്ട് ബാങ്ക് തന്റെ കയ്യിൽ വെച്ചാൽ മതി, വർഗീയത പറയാൻ നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എന്താ? നിങ്ങൾ ആലോചിക്കണം, നമ്മളെല്ലാവരും ആലോചിക്കണം. വർഗീയത പറയാൻ വരുന്നവരെ നമ്മൾ എതിർക്കുന്നത് എങ്ങനെ? നമ്മൾ തോളോട് തോളുരുമി നിന്ന് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരാൾ വരണ്ടെന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഓർമ്മയാവും. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കുന്ന ഈ കേരളത്തിൽ അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നത് തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളതിന് സമ്മതിക്കണം. അതാണ് നമ്മുടെ നില. നിങ്ങൾ നോക്കിക്കോ, മതേതര കേരളം ഇരു കൈകളും നീട്ടി ഈ മതേതര നിലപാടിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം അഭിമാനത്തോടെ ഈ രാജ്യത്തിന്റെ മുമ്പിൽ തലയെടുപ്പോടുകൂടി നിന്ന് പറയും, ഇതാണ് മതേതര കേരളം. നമുക്ക് നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാന്നേ. ഈ CPM ഇത് എങ്ങോട്ടാ പോകുന്നു? കട്ടട്ടും മതി വരാതെ ഇപ്പൊ രക്തസാക്ഷി ഫണ്ടും തട്ടിപ്പായി.
ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM ലോട്ടറി അടിക്കുന്നത് പോലെയാണ്, ബമ്പർ അടിക്കുന്ന പോലെ. അവരുടെ പേരിൽ പിരിവ് നടത്തി കളവാണ്. അതിന്റെ കളവ് നടത്തിയവനെയല്ല പുറത്താക്കുന്നത്, കളവ് ചൂണ്ടിക്കാണിച്ച ആളെയാണ് പുറത്താക്കുന്നത്. ശബരിമലയിലോ നമ്മുടെ ധർമ്മശാസ്താവിന്റെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചതിന് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. സ്വർണം മാത്രമല്ല, ശബരിമലയിൽ പോയവർക്കറിയാം, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലുണ്ടായിരുന്ന അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ഈ CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടികൾക്ക്. അല്ല, അയാളെയും പറ്റിച്ചു, കോടീശ്വരനെയും പറ്റിച്ചു. അയാൾക്ക് അറിയില്ലല്ലോ ഇത് കള്ളമുതലാണ്. കോടതി പറയുകയാണ് 2019 മുതൽ ഇവർ കക്കയാണ്. 2019 മുതൽ കട്ടളപ്പടി കൊണ്ടുപോയി, വാതിൽ കൊണ്ടുപോയി. ഈ കള്ളന്മാര് ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 ആയപ്പോ വീണ്ടും കക്കാൻ ശ്രമിച്ചു. അപ്പൊ കോടതി പറയുകയാണ് ഇപ്പൊ സ്വർണം ഭൂഷണം, വീണ്ടും ആവശ്യം, വീണ്ടും കക്കാനാണ്. അപ്പൊ കോടതി ഇടപെട്ടു. ഞാൻ കരുതുന്നത് സ്വാമി അയ്യപ്പൻ ഇടപെട്ടെന്നാണ്. കാരണം അയ്യപ്പന് മനസ്സിലായി ഇങ്ങനെ പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഉമ്മാരെ അടിച്ചു മാറ്റും, ഇല്ലേ? അതാണ്. എന്നിട്ട് അയ്യപ്പന്റെ സ്വർണം കവർന്ന, നിങ്ങൾ ചോദിക്കുന്നവരൊക്കെ വരുമ്പോ 3 CPM നേതാക്കന്മാർക്കെതിരായി ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണ് CPM. കാരണം ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം പിണറായി വിജയൻ ഉറങ്ങാൻ കിടന്നാണ്. രാവിലെ ആയപ്പോ ഒരു അയ്യപ്പ ഭക്തി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആഗോള അയ്യപ്പ സംഗമം, അയ്യപ്പനേക്കാൾ വലിയ ഫോട്ടോ അവരുടെ പിണറായി വിജയന്റെ. ഇതെന്താന്നൊരു പിടിയും കിട്ടിയില്ല. ഇപ്പോഴാണ് പിടി കിട്ടിയത്, കഴിഞ്ഞ ആഴ്ച. എന്താണ്? കണക്കങ്ങോട്ട് യോജിക്കുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് 600 പേര് പങ്കെടുത്ത പരിപാടി. എത്രയാ ചെലവെന്നറിയാമോ? 12 കോടി. 600 പേര് പങ്കെടുത്ത പരിപാടിയിൽ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചത് 3000 പേര്, കള്ളക്കണക്കാണ്. ഉച്ചയ്ക്ക് 4000 പേര്, രാത്രി 5000 പേര്. കിടക്ക വരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ വൗച്ചർ എഴുതി കൊടുത്തു. ഗാനമേള ട്രൂപ്പ് പറയണത് ഞങ്ങൾ ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല, മനസ്സിലായോ? അപ്പൊ ഞാൻ ദീനോടൊരു കഥ പറയും. കൊല്ലം കോർപ്പറേഷൻ ഇപ്പൊ നമ്മളാ ഭരിക്കുന്നത്. പണ്ട് CPM ഭരിക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ നടത്തും. അതിനൊരു കുതിരയെ കൊണ്ടുവന്നതിൻ്റെ ഒരു കണക്കുണ്ടാക്കി. കുതിരയെ കൊണ്ടുവന്നെങ്കിൽ വാഹനത്തിൽ കൊണ്ടുവരണ്ടേ? ഇപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനം വൗച്ചർ എഴുതി. വൗച്ചറിൽ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ എഴുതി. അപ്പൊ നമ്മുടെ ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയാം? മാരുതി 800. മാരുതി 800ൽ കുതിരയെ കൊണ്ടുവന്ന വിദ്വാൻമാരാണ് ഈ CPMകാർ. അവന്മാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രഖ്യാപനം ഞാൻ പറഞ്ഞല്ലോ, പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ എന്തുട്ട് പ്രഖ്യാപനം. എന്ത് പ്രഖ്യാപനം നടത്തിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ചോദിക്കണം, വല്ല വിശ്വാസ്യതയുണ്ടോ? 2021 ഇവര് പറഞ്ഞു 1600 രൂപയുടെ പെൻഷൻ ഞങ്ങൾ വന്നാൽ 2500 ആക്കും. കുറെ പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു, ഇല്ലേ? 5 കൊല്ലോണം ഭരണം, 4.25 കൊല്ലക്കാലം ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി, ഇല്ലേ? 400. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുന്നത്. മലയാളി എന്ത് ചെയ്തു? ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDFന് വോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ എല്ലാവരും തെറി വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, 1 2 3. പുള്ളി പറഞ്ഞു കൊള്ളരുതാത്തവന്മാര് ആരെയാണ്? വോട്ടർമാരെ കേരളത്തിലെ. അവന്മാര് ഞങ്ങളുടെ പൈസയും മേടിച്ച് പോയി പുട്ടടിച്ച് UDFന് വോട്ട് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, മണി സഖാവേ, അവര് കൊള്ളരുതാത്തവന്മാരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. അവർക്കറിയാം 5 കൊല്ലം തരാന്ന് പറഞ്ഞ പെൻഷൻ
നിങ്ങൾ 2 മാസമാണ് തന്നത്. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ തരേണ്ടത് UDF സർക്കാരാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കയ്യടി വേണ്ട, കയ്യടിക്ക് ഞാൻ വേറെ കാര്യം പറയുമ്പോൾ കയ്യടിച്ചാൽ മതി. ആ 100-ലധികം സീറ്റുമായി വരുമ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം നിസാര വോട്ടിന് നഷ്ടപ്പെട്ട ഈ പീരുമേട് നിയോജകമണ്ഡലത്തിൽ ഒരു UDF MLA ഉണ്ടാവോ? ഉറപ്പാണോ? ഒന്നും കൂടി ഉറക്കെ എല്ലാവരും കൂടി പറഞ്ഞേ. ഈ ഉറപ്പ് ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ നിർത്തുന്നു.